ഓർമ്മയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. ഇന്നത്തെ വീഡിയോ മുടിക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ്. തണുപ്പൊക്കെ തുടങ്ങി പലരുടെയും മുടി കാലാവസ്ഥ അനുസരിച്ച് മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് നമുക്ക് മുടി കൊഴിച്ചിൽ തടയാനും താരൻ തടയാനും മുടി നന്നായിട്ട് വളരാനും മുടി നല്ല കറുപ്പ് കിട്ടാനുമൊക്കെ നല്ല ഒരു ടിപ്പാണ് ഇത്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം പല വീഡിയോകളിലും ഇതിന്റെ ഗുണങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ടിപ്പ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് വേണ്ടത്. ഇത് നെല്ലിക്കയുടെ ജ്യൂസാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുത്ത നെല്ലിക്കയുടെ ജ്യൂസാണ്. നെല്ലിക്ക ഒന്ന് ചതച്ച ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അതിന്റെ നീര് നന്നായിട്ട് കിട്ടും. അത് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം കൈകൊണ്ട് പിഴിഞ്ഞ് അരിപ്പയിൽ അരിച്ചെടുത്തതാണ് ഈ നെല്ലിക്കയുടെ ജ്യൂസ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പം 4 എടുത്തോളെന്നും പറഞ്ഞ് നിങ്ങൾക്ക് 4 എടുക്കാം, അതിൽ കൂടുതൽ എടുക്കാം, അതിൽ കുറച്ചെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാ കേട്ടോ. എങ്കിലും ഒത്തിരി ദിവസത്തേക്കൊന്നും സ്റ്റോർ ചെയ്യണ്ട, ഒരു 10 ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്യാൻ പരുവത്തിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ മിക്സിംഗ് ഒന്ന് റെഡിയാക്കാം. ഈ സ്പൂണിന് 6 സ്പൂൺ നെല്ലിക്കയുടെ നീരുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നാരങ്ങയുടെ നീര്, 2 സ്പൂൺ നാരങ്ങ നീര്. ഇനി നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണ. തണുപ്പ് കാരണം വെളിച്ചെണ്ണ കട്ടിയാവാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മൾ എടുക്കേണ്ടത് നെല്ലിക്കയുടെ നീരും വെളിച്ചെണ്ണയും സമാസമം. ഇതിപ്പോ ഇങ്ങനെ കറക്റ്റ് അളവ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു ഏകദേശ ഊഹക്കണക്ക് വെച്ച് കുറച്ച് നെല്ലിക്കയുടെ നീരും കുറച്ച് വെളിച്ചെണ്ണയും ലേശം നാരങ്ങ നീരൂടെ അങ്ങ് മിക്സ് ചെയ്താലും മതി. ഇതിനങ്ങനെ കണക്കൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞാല് നിങ്ങൾ അതിന്റെ അളവ് ചോദിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഇപ്പൊ അളന്നൊഴിച്ചത് കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കാം. നന്നായിട്ടിത് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചു നേരം മുമ്പ് ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. തണുപ്പ് മാറിയ ശേഷം ഇത് ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഇത് കോരി അങ്ങ് തേക്കൊന്നും വേണ്ട. ഇതുപോലെ കൈയുടെ തുമ്പത്ത് പുരട്ടിയ ശേഷം ഇത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യണം. കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും ഇത് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം. ഇതിപ്പോ എനിക്ക് ഒരാഴ്ചത്തേക്കല്ല, അതിലും കൂടുതൽ 10-15 ദിവസത്തേക്കുണ്ട് ഇത് കേട്ടോ. 15 ദിവസത്തേക്ക് അല്ലെങ്കിലേ ഉള്ളൂ. കാരണം നമ്മൾ ഒത്തിരി ഒന്നും തേക്കുന്നില്ലല്ലോ. കൂടിപ്പോയ ഒരു ദിവസം ഈ 1 സ്പൂൺ ആയിരിക്കും തേക്കുന്നത്. 1 സ്പൂൺ തന്നെ തേക്കുമെന്ന് സംശയം. അതായത് നമ്മുടെ വിരൽത്തുമ്പിൽ അപ്ലൈ ചെയ്തിട്ടാണ് അത്യാവശ്യത്തിന് മുടിക്കകത്ത് ഇത് തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പ് ഡെയിലി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് കുറഞ്ഞത് ഞാൻ പറഞ്ഞു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്യണം. അതിനുശേഷം അരമണിക്കൂർ ഇത് തലയിൽ ഇരിക്കട്ടെ. അതിനുശേഷം കഴുകിക്കളയാം. കഴുകാനായിട്ട് നിങ്ങൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യണ്ട. ഇതല്ലാതെ തന്നെ കഴുകിക്കളഞ്ഞാൽ മതി. ഇനി നിർബന്ധമാണ് ഷാമ്പു ചെയ്യണം എന്നുണ്ടെങ്കിൽ ലേശം ഷാമ്പു യൂസ് ചെയ്ത് കഴുകിക്കളയാം. അപ്പൊ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങണം. വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലെങ്ങാനും ഒഴിച്ചു വെക്കാം. ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി. എനിക്കിതിപ്പോ ഒരു ബോട്ടിലേക്കല്ല കുറച്ചുകൂടെ ഉണ്ട്. വേറെ ഒരു ബോട്ടിലൂടെ ആക്കണം. ആവശ്യത്തിന് മുടിയിൽ സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.